ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദർസു അവ്വൽ ഒന്നാമത്തെ പാഠം ഖാലിഖു കുല്ലി ഷൈഇൻ. നമ്മൾ ഈ പാഠങ്ങളൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഠബുക്കിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം വീഡിയോ മാറ്റി ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് മാറ്റി ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മളെ തജ്വീദുൽ ഖുർആൻ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉസ്താദിൻ്റെ ഖിറാഅത്തോട് കൂടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇനി അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മദ്രസയിലെ എക്സാം, ഈ തജ്വീദ് ഖുർആനിൻ്റെ എക്സാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നതൊക്കെ അതിലെ ഓരോ ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തി കുട്ടികളെ നന്നായി മനസ്സിലാക്കി പഠിപ്പിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു അവ്വൽ ഒന്നാമത്തെ പാഠം ഖാലിഖു കുല്ലി ഷൈഇൻ. എല്ലാം സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഹുവല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹു തആലയാണ് എല്ലാം സൃഷ്ടിച്ചത്. നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നന്നായിട്ട് എഴുതാനൊക്കെ കഴിഞ്ഞോ? അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇത്രയും പഠിച്ചിട്ട് അറബി മലയാളം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒരു 2 മാസത്തെ ട്യൂഷനൊക്കെ എടുത്താൽ അവർക്ക് എഴുത്തും വായനയൊക്കെ നമുക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. ആവശ്യമുള്ളവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. 82 89 89 29 85. അപ്പോൾ എക്സാമിനോടനുബന്ധിച്ച് ട്യൂഷൻ എടുക്കുമ്പം അതവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടാവും. അതായത് എക്സാം നമുക്ക് വരുന്നത് ഫെബ്രുവരി 1 വരും. 10-ാം തീയതിൻ്റെ ഉള്ളിലായിട്ട് എക്സാം വരും. അപ്പോൾ ആ സമയത്തേക്ക് അവർക്ക് സ്കൂളിലെ എക്സാമും മദ്രസയിലെ എക്സാമും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഇപ്പോൾ സ്കൂളിലെ എക്സാം കഴിഞ്ഞ് ഇനി സ്കൂളിലെ എക്സാം ഡിസംബറിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ മദ്രസയിലെ പാഠബുക്കൊക്കെ എഴുതാനും വായിക്കാനൊക്കെ ഒന്ന് പഠിച്ച് സെറ്റായാൽ ഫെബ്രുവരിയിൽ വരുന്ന എക്സാമിന് നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് പാഠം വായിക്കാം. ഹായ്, നോക്കൂ, നമ്മുടെ മുല്ല വിടർന്നു, പൂമ്പാറ്റകളെത്തി, എന്തൊരു ഭംഗി. പൂമ്പാറ്റയ്ക്ക് ഈ പുള്ളിയിടുപ്പ് എവിടുന്നാണ് കിട്ടിയത്? നാജിയ ചോദിച്ചു. അപ്പോൾ ഇവിടെ നാജിയ ഉമ്മയോട് ചോദിക്കുകയാണ്. പൂന്തോട്ടത്തിലെ മുല്ല വിടർന്നപ്പം പൂമ്പാറ്റ വന്നപ്പം അതിൻ്റെ ഭംഗി കണ്ട് നാജിയ ഉമ്മയോട് ചോദിക്കുകയാണ്, പൂമ്പാറ്റയ്ക്ക് ഈ പുള്ളിയുടുപ്പ് എവിടുന്നാണ് കിട്ടിയത് എന്ന്. അപ്പോൾ നാജിയയുടെ മോളെ അതിനെ അല്ലാഹു തആല അങ്ങനെയാണ് പടച്ചത്. സുഗന്ധം പരത്തുന്ന പൂക്കൾ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, പാലൊളി വിതറുന്ന അമ്പിളി, എല്ലാം പടച്ചത് അല്ലാഹു തആലയാണ്. അപ്പോൾ അല്ലാഹു തആലയാണ് സുഗന്ധം പരത്തുന്ന പൂക്കൾ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രം, പാലൊളി വിതറുന്ന അമ്പിളി, ചന്ദ്രൻ, അമ്പിളി എല്ലാവരും കണ്ടില്ലേ? പിന്നെ ഇതുകൂടാതെ സൂര്യൻ, ആകാശത്ത് എന്തൊക്കെയുണ്ട്? സൂര്യൻ, ഗാലക്സികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആകാശത്ത്. അതും ഈ ഭൂമിയിലുള്ളതെല്ലാം പടച്ചത് അല്ലാഹു തആലയാണെന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പം എല്ലാം പടച്ചത് അല്ലാഹു തആലയാണ് എന്ന് നാജിയയുടെ ഉമ്മ മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുന്ന സുഗന്ധം, പിന്നെ അമ്പിളി, ഭംഗി, ഈ പദങ്ങളൊക്കെ പ്രത്യേകം പഠിക്കണം. ഇതിലൊക്കെ വരുന്ന ഖാഫ്, ഈ ഹാ ഇങ്ങനെയൊക്കെ ചേർന്ന് വരുന്ന വേർഡ്സുകൾ, സുഗന്ധം, ഹാ, പിന്നെ അമ്പിളിയിലെ അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വരും? ഏതാണ് ശരി എന്ന് തിരഞ്ഞെടുത്ത് എഴുതാനും 3 രീതിയിൽ എഴുതി തരും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം കിതാബത്ത് എക്സാമിന്. അപ്പം അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിക്കണം. പൂമ്പാറ്റ, അതും പൂമ്പാറ്റ എന്നൊക്കെ വരുമ്പോൾ ഇവിടെ വരുന്ന നൂന് അതില്ലാതെ എഴുതി തരും നമുക്ക്. അപ്പോൾ അതിലേതാണ് ശരി എന്ന്
നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ കുട്ടികളെ പ്രത്യേകം എഴുതി തന്നെ മനസ്സിലാക്കി പഠിപ്പിക്കുക. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അതോടെ പകൽ തുടങ്ങുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു, അപ്പോൾ രാത്രിയാകുന്നു. രാത്രിയാകുന്നത് എങ്ങനെയാണ്? സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. പകൽ തുടങ്ങുന്നതാ സൂര്യൻ ഉദിക്കുമ്പോഴാണ്. ഇതെല്ലാം അല്ലാഹു തആലയുടെ സൃഷ്ടിയാണ്. ഇതൊക്കെ അല്ലാഹു തആലയുടെ സൃഷ്ടിയാണ്. വെയിൽ നൽകുന്നതും മഴ വർഷിപ്പിക്കുന്നതും അവൻ തന്നെ. വെയിൽ നൽകുന്നതും മഴ വർഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെയ്യിക്കുക, അതൊക്കെ ആരാണ്? അല്ലാഹു തആല തന്നെയാണ്. ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളുമെല്ലാം അവൻ പടച്ചതാണ്. ആരെയും അവൻ? അല്ലാഹു തആല. ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളുമെല്ലാം അല്ലാഹു തആല പടച്ചതാണ്. എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നത് അവനാണ്. എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നതും അവനാണ്. പരിപാലിക്കുന്നതും അവൻ തന്നെ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അവൻ ഏകനാണ്. അവനെപ്പോലെ ആരുമില്ല. അവൻ ഒരാളെ പോലെയുമല്ല. അവൻ അന്യാശ്രയമില്ലാത്തവനാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ എല്ലാം അറിയുന്നവനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. അല്ലാഹു തആല നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും നൽകും. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കഴിവുകൾ, അതാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നതും എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നതും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ ആരാണ്? അള്ളാഹു ആണ്. അവനെപ്പോലെ ആരുമില്ല. അവനക്ക് ഒരാളെ സഹായം ആവശ്യമില്ല. അന്യാശ്രയമില്ലാത്തവനാണ്. അള്ളാഹുവിന് ഒരാളെയും സഹായം ആവശ്യമില്ല. അവനക്ക് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാം കേൾക്കും, കാണും, അറിയും ഒക്കെ അള്ളാഹു ആണ്. അപ്പോൾ ഇവിടെ നന്മ ചെയ്തവർക്ക് അല്ലാഹു തആല നൽകും. എന്താണ് നൽകുക? നന്മ ചെയ്തവർക്ക് സ്വർഗം നൽകും, തിന്മ ചെയ്തവർക്ക് നരകവും നൽകും. അപ്പോൾ ഇവിടെ സ്വർഗം എന്നത് എഴുതി പഠിക്കുക. ഇതിലെ കാഫിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. അതതുപോലെ എഴുതാൻ വരും. പിന്നെ ഭക്ഷണം അതും മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ സൃഷ്ടി, വർഷിപ്പിക്കുന്നവൻ, അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഷാ ഒക്കെ മാറ്റിത്തരാം നമുക്ക്. സൃഷ്ടിയിലെയും ഷാ അതൊക്കെ സീന് ഒക്കെ ആക്കി തന്നിട്ട് ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലായില്ലേ? സൂര്യൻ എന്ന് വരുമ്പോൾ എന്താണ് വരുന്ന വ്യത്യാസം? മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന വേർഡ്സുകളൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആക്കാൻ വരിക. അപ്പം അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി പഠിപ്പിക്കുക. ഹുവല്ലാഹു ഖാലിഖു, അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. ഹുവല്ലാഹു ഖാലിഖു, അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. തദ്രിബാത്ത് നോക്കിയാലോ? നസിലു വനക്രവ്, യോജിച്ചിട്ട് വായിക്കാനാണ്. ഇതിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് വായിച്ചു തീർക്കുക. എന്താണ്? അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. അല്ലാഹു തആല ജീവജാലങ്ങളെ പരിപാലിക്കുന്നു. അല്ലാഹു തആല ആരെ പോലെയുമല്ല. അല്ലാഹു തആല അന്യാശ്രയമില്ലാത്തവൻ. അല്ലാഹു തആല എല്ലാം കാണുന്നവൻ. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവൻ. അല്ലാഹു തആല എല്ലാം അറിയുന്നവൻ. അല്ലാഹു തആലയുടെ വിശേഷണങ്ങളാണ് പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്തതാ ഇത് അതുപോലെ തന്നെ. ഇത് ആദ്യം വായിച്ചെങ്ങാണ്ട് നമുക്ക് അല്ലാഹു തആല നമ്മെ പടച്ചവന് അല്ലാഹു തആല, നമ്മെ പടച്ചവൻ അല്ലാഹു തആല, ഭൂമിയെ പടച്ചവൻ അല്ലാഹു തആല, ജീവജാലങ്ങളെ പടച്ചവൻ അല്ലാഹു തആല, ഭക്ഷണം നൽകുന്നവൻ അല്ലാഹു തആല, ഏക ഇലാഹ് അല്ലാഹു തആല, എല്ലാവരുടെയും ആശ്രയം അല്ലാഹു തആല, സ്വർഗവും നരകവും നൽകുന്നവൻ അല്ലാഹു തആല. അപ്പം അല്ലാഹു തആലയാണെന്ത്? എല്ലാം സൃഷ്ടിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ
ഭൂമിയെ പടച്ചു, ജീവജാലങ്ങൾ, ഭക്ഷണം, സ്വർഗം, നരകം ഒക്കെ നൽകുന്നവനൊക്കെ ആരാണ്? അല്ലാഹു താലയാണ്. അപ്പോൾ അല്ലാഹു താലയുടെ സൃഷ്ടികളിൽ നിന്ന് 5 എണ്ണം എഴുതുക, 4 എണ്ണമൊക്കെ എഴുതുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം വന്നാൽ നമുക്ക് ഇത് എഴുതി കൊടുക്കാം. നമ്മെ പടച്ചു, ഭൂമി പടച്ചു, ജീവജാലങ്ങളെ പടച്ചു, പൂക്കൾ, താരങ്ങൾ, സൂര്യന്, ചന്ദ്രന് ഒക്കെ നമുക്ക് എഴുതാം. മനസ്സിലാക്കട്ടോ. അടുത്തത് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അല്ലാഹു താലയുടെ വിശേഷണങ്ങളിൽ 3 എണ്ണം എഴുതുക. അപ്പോൾ അല്ലാഹു താലയുടെ വിശേഷണങ്ങൾ നമ്മൾ പാടത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ളതൊന്നും ആരും നോക്കി എഴുതണ്ട. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു കുട്ടീൻ്റെ ബുക്ക് വാങ്ങിയതാണ്. അവരെഴുതിയിൽ തെറ്റുണ്ടാവാം, അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ എഴുതിയിടാത്തത് എന്താ വെച്ചാൽ അത് നോക്കി എഴുതുന്നത് നമ്മുടെ പഠനത്തെ നന്നാക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഒരു വർക്കിലും ഞാൻ എഴുതിയിടാത്തത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പാഠഭാഗത്തിലുണ്ട്. അത് ഞാൻ അതിൽ അടയാളപ്പെടുത്തി തരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് അത് കണ്ടെത്തുക, അവരോട് കണ്ടെത്താൻ പറയാം. അപ്പോഴാണ് അവർക്ക് അത് വായിച്ച് പോകുമ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി അവർ വായിക്കും. അപ്പോൾ അവരെ വായനക്ക് എളുപ്പമാക്കണമെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്യണം. അല്ലാതെ ഞാനിവിടെ അല്ലാഹു ഏകനാണ്, അല്ലാഹു കാണുന്നവന്, അപ്പോൾ അതുപോലെ ആ കുട്ടികൾ നോക്കി എഴുതുള്ളൂ. അല്ലാ എന്ന് എഴുതണമെങ്കിൽ ഓരോരോ അക്ഷരങ്ങൾ അവർ നോക്കണം. അങ്ങനെയാണ് അവർ എഴുതുള്ളൂ. അപ്പോൾ അതിലും നല്ലത്, ഏറ്റവും നല്ല മാർഗം, നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം പാഠ ബുക്ക് വായിക്കുക. അപ്പോൾ അതിലുണ്ട് അല്ലാഹു താലയുടെ വിശേഷണങ്ങൾ. ഇനിയിപ്പോൾ അവിടെ ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു താലയുടെ അവിടെ നോക്കിയിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ടുണ്ട് അല്ലാഹു താലയുടെ വിശേഷണങ്ങൾ. അപ്പോൾ ഇത് ചേർത്തിട്ട് വായിക്കാൻ പറയുക, എന്നിട്ട് അവിടെയൊക്കെ എഴുതാൻ പറയാം. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള 3 എണ്ണം അവിടെയൊക്കെ എഴുതാം. അല്ലാഹു താല മഴ വർഷിപ്പിക്കുന്നു, അല്ലാഹു താല എല്ലാം കാണുന്നു, അല്ലാഹു താല എല്ലാം കേൾക്കുന്നു, അല്ലാഹു താല എല്ലാം അറിയുന്നു. ഇഷ്ടമുള്ള 3 എണ്ണം അവിടെയൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ അതാണ് അല്ലാഹു താലയുടെ വിശേഷണങ്ങൾ. അവ വായിച്ച് എഴുതാനും നോക്കി എഴുതാനും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? അല്ലാഹു താലയുടെ സൃഷ്ടികളിൽ 5 എണ്ണത്തിൻ്റെ പേര് എഴുതണം. അല്ലാഹു താലയുടെ സൃഷ്ടികൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതിന്ന് 5 എണ്ണം എഴുതണം. അപ്പം നമ്മളിവിടെ പറഞ്ഞിരുന്നു അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് നോക്കിയതാ. പൂക്കൾ, താരങ്ങൾ, അമ്പിളി, പിന്നെന്താണ്, പൂമ്പാറ്റകൾ, സൂര്യൻ, ജീവജാലങ്ങൾ. അപ്പോൾ ഒക്കെ അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അങ്ങനെ 5 എണ്ണം അവിടെ നോക്കിയിട്ട് എഴുതി കൊടുക്കുക. ഇനി നുൻഷിദുൽ ജുമുലയാണ്, വാക്യം ഉണ്ടാക്കാനാണ്. താരങ്ങൾ. അപ്പോൾ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത് തന്നെ എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എന്താണ് താരങ്ങൾ നക്ഷത്രമാണ്. അപ്പോൾ ആകാശം നിറയെ താരങ്ങൾ എന്ന് എഴുതാം. പാഠത്തിൽ എന്താ വന്നത്? മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ. അപ്പോൾ അത് എഴുതാം. അല്ലെങ്കിൽ ആകാശം നിറയെ താരങ്ങൾ. പിന്നെ അമ്പിളി എന്താണ്? പാലൊളി വിതറുന്ന അമ്പിളി പാഠത്തിലുണ്ട് അല്ലേ? പിന്നെന്താണ്? എന്തൊരു ചന്തമാണ് അമ്പിളിക്ക്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അമ്പിളി അതിലുണ്ടായാൽ മതി. പിന്നെ ജീവജാലങ്ങൾ. എന്താണ്? ജീവജാലങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചതാണ്. ജീവജാലങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചതാണ്. പിന്നെ സുഗന്ധം. എന്താണ്? സുഗന്ധം പരത്തുന്ന പൂക്കൾ. നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട്. സുഗന്ധം പരത്തുന്ന പൂക്കൾ. പിന്നെന്താണ്? തുടങ്ങുന്നു. എന്താണ്? ഞാൻ എഴുതാൻ തുടങ്ങുന്നു. പിന്നെ ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒക്കെ എഴുതാം. ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ള വേർഡ്സ് അതിൽ ഉണ്ടായാൽ മതി. അപ്പോൾ അതൊക്കെ ഇവിടെ പാഠത്തിലുണ്ട് അല്ലേ? മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ, പിന്നെ സുഗന്ധം പരത്തുന്ന പൂക്കൾ, പിന്നെന്താണ്? പാലൊളി വിതറുന്ന അമ്പിളി, അതുണ്ട്. പിന്നെ ജീവജാലങ്ങളെ പടച്ചത് അല്ലാഹു. ജീവജാലങ്ങളെ അല്ലാഹു പടച്ചതാണ്. എങ്ങനെയാണോ നമുക്ക് എഴുതാൻ സുഖം ആ രീതിയിൽ എഴുതാം. ജീവജാലങ്ങളെ പടച്ചത് അല്ലാഹു ആണ്. പിന്നെന്താ എഴുതാം?
തുടങ്ങുന്നു. സൂര്യൻ ഉദിക്കുന്നു, അതോടെ പകൽ തുടങ്ങുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ നമുക്ക് പാഠഭാഗത്തു നിന്ന് വന്ന പദങ്ങളാണ് അവിടെ വാക്യം നിർമ്മിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പാഠത്തുനിന്ന് കണ്ടെത്തി എഴുതുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർക്ക് എഴുത്തും വായനയും ക്ലിയർ ആകുന്ന കാര്യമാണത്. മനസ്സിലാക്കുക. കിതാബത്തെ എക്സാമിന് ഉണ്ടാക്കി എഴുതാൻ വരും എന്തായാലും. അപ്പോൾ അതിന് അവർ എഴുതിയും വായിച്ചും തന്നെ പഠിക്കണം. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. ബാക്കിയുള്ള പാഠങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഏതെങ്കിലും പാഠഭാഗത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നതോ ഇനി നമ്മൾ ചെയ്യുമ്പം തന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയതൊക്കെ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.